ഇന്ന് മുഹറം 10 ആണ്. ഈ മുഹറം 10-നെ പറ്റി ചരിത്രപരമായി നോക്കുമ്പോൾ അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവം നടന്ന ദിവസമായിട്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അത് ഫിറൗന്റെ പതനമാണ്. ഫിറൗൻ മുക്കിക്കൊല്ലപ്പെട്ടത് മുഹറം മാസം 10-ാം തീയതിയായിരുന്നു എന്ന് റസൂലുള്ളാഹി പറയുകയുണ്ടായി. ഈ സന്ദർഭത്തിൽ ഫിറഔൻ എന്ന ഈജിപ്ഷ്യൻ ഭരണാധികാരിയെ സംബന്ധിച്ച് നമ്മൾ പലപ്പോഴും പല രീതിയിലും നമ്മൾ മനസ്സിലാക്കിയതാണ്, കേട്ടതാണ്. അദ്ദേഹത്തിനുണ്ടായിരുന്ന ഒരു പ്രധാനപ്പെട്ട മോശമായ ഒരു സ്വഭാവം, അത് ആണ് അഹങ്കാരം എന്നത്. നമ്മളൊക്കെ നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതുമായ ഒരു കാര്യം തന്നെയാണ്. ജീവിതത്തിൽ അഹങ്കാരത്തിൻ്റെ അണുമണിത്തൂക്കം ഉള്ളവന് സ്വർഗത്തിൽ പ്രവേശനമില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉണർത്തിയിട്ടുണ്ട്. അഥവാ സ്വർഗാവകാശികളിൽ ആർക്കും യാതൊരു അഹങ്കാരവും ഉണ്ടാവുകയില്ല എന്നാണ് നമ്മെ അതുവഴി പഠിപ്പിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ ചരിത്രം, ഫിർഔന്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത് അദ്ദേഹം അഹങ്കാരത്തിൻ്റെ ഒരു വലിയ കൊടുമുടിയിലെത്തിയിരുന്ന ഒരാളായിട്ട് തന്നെയാണ് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അന റബ്ബുക്കുമുൽ അഅല, ഞാനാണ് ഏറ്റവും വലിയ റബ്ബ്, ലോകരക്ഷിതാവ് റബ്ബ് ഞാനാണ് എന്ന് പറഞ്ഞ, അതുപോലെ യാ അയ്യുഹൽ മല മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി, ഞാനല്ലാതെ വേറെ ഒരു ദൈവം അത് നിങ്ങൾക്ക് എനിക്കറിയില്ല എന്ന് അദ്ദേഹം പറയുന്നത് സൂറത്തു ഖസസിൽ അല്ലാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹത്തിൻ്റെ അഹങ്കാരത്തിൻ്റെ ഭാഗമായി ഖുർആൻ പറഞ്ഞത് മാ അലിംതു ലക്കും മിൻ ഇലാഹിൻ ഗൈരി എന്ന് പറഞ്ഞതിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി ഫൗഖിദ് ലി യാ ഹാമാൻ അലത്തീനി ഫജ്അൽ ലി സർഹൻ ലഅല്ലി അത്തലിഉ ഇലാ ഇലാഹി മൂസ. ഹാമാൻ എന്നാൽ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സഹകാരിയോട് അദ്ദേഹം പറയുകയാണ്, നീ ഒരു വലിയ ടവർ എനിക്കുണ്ടാക്കിക്കൊണ്ടാണ്. ആ ടവർ ഉണ്ടാക്കിയിട്ട് ഞാനൊന്ന് അതിൽ കയറി ഒന്ന് നോക്കട്ടെ, എവിടെ ഈ മൂസ പറയുന്ന ദൈവം അവിടെ എവിടെയെങ്കിലും ഉണ്ടോ എന്ന് ഞാനൊന്ന് നോക്കട്ടെ എന്ന് പോലും അദ്ദേഹം പറഞ്ഞൊരു മനുഷ്യനാണ്. ആകാശത്തിലിരിക്കുന്നവൻ എന്ന് പരിചയപ്പെടുത്തുന്ന അള്ളാഹുവെ ഒന്ന് കാണണം എനിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു വലിയ സ്തൂപം ഉണ്ടാക്കാൻ പറഞ്ഞ് അങ്ങനെ അഹങ്കരിച്ചൊരു മനുഷ്യനാണ്. അത് പറഞ്ഞതിന് ശേഷമാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത് വസ്തക്ബറ ഹുവ വജുനൂദുഹു ഫിൽ അർദ്, ഭൂമിയിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരും അല്ലെങ്കിൽ സൈന്യവും ഭൂമിയിൽ അവർ അഹങ്കരിക്കുകയാണ് ചെയ്തിരുന്നത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പം ഈ അഹങ്കാരം എന്നത് മനുഷ്യനെ എത്തിക്കുന്ന വലിയ പതനത്തിൻ്റെ ഒരു കഥ കൂടി നമുക്ക് ഈ ഫിർഔന്റെ പതനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയും. ഒന്ന്, ഈ അഹങ്കാരത്തിൻ്റെ ഓരോ അടയാളങ്ങൾ എന്ന് പറയുന്നതിൻ്റെ ഒന്ന് അധികാരം കയ്യിലുണ്ടാകുന്ന ഒരു പ്രമത്തതയാണ്. അധികാരത്തിൻ്റെ പ്രമത്തത, ഞാൻ അധികാരിയാണ് എന്ന് തോന്നുകയും എനിക്കെന്തും ചെയ്യാൻ കഴിയും എന്നുള്ള ഒരു ധാരണയാണ്. അതാണ് ഫിർഔൻ പറഞ്ഞത് വനാദാ ഫിർഔനു ഫീ ഖൗമിഹി. അദ്ദേഹം തൻ്റെ ജനങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, യാ ഖൗമി അലൈസ ലീ മുൽക്കു മിസ്ർ, ഈജിപ്തിൻ്റെ ഭരണം, ഈജിപ്തിൻ്റെ അധികാരം എനിക്കല്ലേ, വഹാദിഹിൽ അൻഹാറു തജ്രി തഹ്തി, ഈ പുഴകളൊക്കെ നിങ്ങൾ നോക്ക്, നൈൽ നദി അടക്കമുള്ള പുഴകളെ നോക്കിയിട്ട് അദ്ദേഹം പറഞ്ഞു, ഇതൊക്കെ എൻ്റെ അധീനതയിൽ ഒഴുകിക്കൊണ്ടിരിക്കുന്ന പുഴകളല്ലേ, അഫലാ തുബ്സിറൂൻ, നിങ്ങൾക്കിതൊന്നും മനസ്സിലാകുന്നില്ലേ എന്ന് പോലും അദ്ദേഹം പറഞ്ഞു. അത് അദ്ദേഹത്തിൻ്റെ അധികാരത്തിൻ്റെ
ഉത്തുംഗതയിൽ എത്തിയപ്പോൾ അദ്ദേഹത്തിന് തോന്നിയതാണ്, ഈ നാടും ഈ നാട്ടിലെ വിഭവങ്ങളും അതൊക്കെ എൻ്റെ കീഴിലുള്ളതാണ്, അതെനിക്കുള്ളതാണ്, അതെനിക്കെന്തും ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പം ഇത് ഒരു അഹങ്കാരിയുടെ മനോഭാവമാണ് നമുക്ക് വിശദീകരിച്ചു തരുന്നത്. ഏത് ഈ അധികാരം എന്ന് പറയുന്നത് അത് ചെറിയ 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 തലങ്ങളിലേക്ക് വരും, ചെറിയ തലങ്ങളിലേക്ക് വരും. തൻ്റെ അധികാരത്തിൻ്റെ കീഴിലുള്ള ആളുകളോടുള്ള മനോഭാവമാണ് ഈ പറയുന്നത്. ഏതധികാരം, ഒരു രാജ്യത്തിൻ്റെ അധികാരം കയ്യിൽ കിട്ടുകയാണെങ്കിലും, ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരം കയ്യിൽ വരികയാണെങ്കിലും, ഒരു ചെറിയ ജില്ലയാണെങ്കിലും, വീടാണെങ്കിലും, സംഘടനയാണെങ്കിലും, ഏതിൻ്റെ ഒരു അധികാരം കയ്യിൽ കിട്ടുമ്പോൾ ഇതൊക്കെ എൻ്റെ കയ്യിലാണ്, ബാക്കിയുള്ളതൊക്കെ എൻ്റെ താഴെയാണ് എന്ന ഒരു മാനസികാവസ്ഥ എത്തുക എന്ന് പറയുന്നത് ഒരു ഫിർഔനിയത്തിൻ്റെ ഒരു ഭാഗമാണ്. അതൊരു ഫിർഔനിയത്താണ്. അങ്ങനെയാകാൻ പാടില്ല എന്നുള്ളത്. മറ്റൊരു പ്രത്യേകത ഫിർഔന്റെ ഈ അഹങ്കാരത്തിൻ്റെ ഭാഗം വിശുദ്ധ ഖുർആൻ നമുക്ക് പറഞ്ഞിരുന്നത്, അദ്ദേഹം മറ്റുള്ള ആളുകളെ വളരെ ചെറുതായി കാണുക എന്നുള്ളതാണ്. അത് ഫിർഔന് തോന്നിയ ഒരു സംഭവമാണ്. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, അദ്ദേഹം ചോദിക്കുന്നുണ്ട്, ഞാൻ ഈ നാടിൻ്റെയൊക്കെ അധികാരി, അം അന ഖൈറും മിൻ ഹാദ, ഇവനാണോ അതോ ഞാനാണോ ഇവിടെ ഏറ്റവും വലിയ ആള്? എന്നിട്ട് മൂസ അലൈഹി ഇസ്ലാമിനെ പറ്റി അദ്ദേഹം പറഞ്ഞു, ഹുവ മഹീൻ, വളരെ ഈ താഴ്ന്ന ജാതിക്കാരനായ ഈ മൂസ. അതുപോലെ വലാ യക്കാദു യബീൻ, ശരിക്ക് സംസാരിക്കാൻ തന്നെ അറിയില്ല. ശരിക്ക് സംസാരിക്കാൻ ഈ മൂസ അലൈഹി ഇസ്ലാമിന് സംസാരത്തിലൊരു നമ്മൾ ഈ ചെറിയ വൈകല്യം ഉണ്ടായിരുന്നു എന്നാണ് വിശുദ്ധ ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തുന്നത്. നമ്മൾ ഈ കൊഞ്ഞപ്പട എന്നൊക്കെ പറയുന്ന ആ രീതിയിൽ ചെറിയ സംസാര വൈകല്യം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് മൂസ അലൈഹി ഇസ്ലാം അദ്ദേഹത്തെ പ്രവാചകനായി നിയോഗിക്കപ്പെടുന്ന സന്ദർഭത്തിൽ അള്ളാഹുവോട് പറയുകയുണ്ടായി, പടച്ചോനെ, എനിക്ക് ഈ സംസാരം വേണ്ടത്ര വളരെ ക്ലാരിറ്റിയോട് കൂടി കാര്യങ്ങൾ പറയാൻ കഴിയില്ല. എൻ്റെ അനിയൻ അല്ലെങ്കിൽ എൻ്റെ സഹോദരൻ ഹാറൂന് വളരെ നന്നായി ആ കാര്യം പറയാൻ കഴിയും. അതുകൊണ്ട് അദ്ദേഹത്തെ കൂടി എൻ്റെ ഈ കൂടെ ഈ ദൗത്യത്തിന് ഏൽപ്പിച്ചു തരണമേ എന്ന് അള്ളാഹുവോട് ആവശ്യപ്പെടുകയും സൂറത്ത് ത്വാഹയിൽ ആ കാര്യം വിശദീകരിക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വ തആല മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും ഒരുമിച്ചാണ് ഈ ദൗത്യവുമായി പറഞ്ഞേക്കുന്നത്. അപ്പൊ മൂസ അലൈഹി ഇസ്ലാമിനെ ഇകഴ്ത്താൻ വേണ്ടി ഫിർഔൻ കണ്ട ഒരു രൂപം ഈ സംസാരിക്കാൻ കഴിയാത്ത താഴ്ന്ന ജാതിയിൽപ്പെട്ട, അഥവാ ഫിർഔനൊക്കെ കോപ്റ്റിക് വർഗത്തിൽപ്പെട്ട ആളുകളായിരുന്നു. മൂസ അലൈഹി ഇസ്ലാം ഇസ്രായേൽ സന്തതികളിൽപ്പെട്ട ആളുകളായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ താഴ്ന്ന ജാതിയിൽപ്പെട്ട മഹീനായ നിസ്സാരനായ ഈ മനുഷ്യൻ, സംസാരിക്കാൻ തന്നെ ശരിക്കും അറിയാത്ത ഇദ്ദേഹമാണോ ഈ രാജ്യത്ത് ഈ വലുതായി വരുന്നത്, ഞാനാണോ അദ്ദേഹമാണോ എന്നൊക്കെ അദ്ദേഹം ജനങ്ങളോട് ചോദിച്ചിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ഭാവത്തിലാണ് നടന്നിരുന്നത്. അപ്പൊ ഇതും നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട സംഗതിയാണ്. നമ്മളെക്കാൾ പല സംഗതികളിലും കഴിവ് കുറഞ്ഞ ആളുകൾ നമ്മുടെ മുമ്പിലൂടെ ഉണ്ടാവും. അപ്പോൾ നടക്കാൻ നമുക്ക് ശരിക്കും കഴിയും, നടക്കാൻ കഴിയാത്ത ആളുകളുണ്ടാവും. സംസാരിക്കാൻ നമുക്ക് കഴിയും, സംസാരം ശരിക്കില്ലാത്തവരുണ്ടാവും. കണ്ണ് കാണുന്നവരുണ്ടാവും, കണ്ണ് കാണാത്തവരുണ്ടാവും. ഇങ്ങനെയൊക്കെ വരുമ്പോൾ തന്നെക്കാൾ താഴെയുള്ള ആളുകളെ അവരെ ഒരിക്കലും ചെറുതായി കാണാൻ പാടില്ല. അവരെ ചെറുതായി കാണുക എന്ന് പറയുന്നത് ഒരു അഹങ്കാരത്തിന്റെ ഭാഗമാണ്. അതൊരു അഹങ്കാരമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബിഹസ്ബിംറിഇൻ മിനശ് ശർരി, ഒരു മനുഷ്യന് പാപമായി ഇത്ര മതി, അൻ യഹ്കിറ അൽ മുസ്ലിം, തൻ്റെ സഹോദരനെ ചെറുതായി കാണുക. ചെറുതായി കാണുക എന്ന് പറയുന്നത് തന്നെ യഥാർത്ഥത്തിൽ ഒരു അഹങ്കാരത്തിന്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രത്യേകമായ ആ കാര്യം പറഞ്ഞതാണ്. എന്ത് അഹങ്കാരം എന്ന് പറഞ്ഞാൽ എന്താണ്? റസൂലുള്ളാഹി പറഞ്ഞു, ബത്റുൽ ഹഖി വഗംതുൻ നാസ്, സത്യം മൂടിവെക്കുക. എന്നാൽ അതോടൊപ്പം തന്നെ ഗംതുൻ നാസ്, ആളുകളെ ചെറുതായി കാണുക. അപ്പൊ നമ്മൾ ആരെയും ചെറുതായി കാണാൻ പറ്റില്ല, ആരെയും നിന്ദിക്കാൻ പറ്റില്ല. ഞാൻ വലിയ ആള്, ഓം ഒന്നിനും കൊള്ളാത്തവൻ എന്ന അതൊരു കിബിറിന്റെ ഭാഗമാണ്. ആ കിബിർ നമ്മുടെ ജീവിതത്തിൽ, നിത്യജീവിതത്തിൽ നമ്മൾ ഇടപഴകുന്ന ആളുകളോട് അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അത് ഏത് അർത്ഥത്തിലായാലും ശരി, അധികാരമുള്ളതിൻ്റെ പേരിലാണെങ്കിലും ശരി, അതല്ലെങ്കിൽ തറവാടിത്തത്തിൻ്റെ പേരിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ ശാരീരികമായ മേന്മയുടെ പേരിലാണെങ്കിലും ശരി, അല്ലെങ്കിൽ സൗന്ദര്യത്തിൻ്റെ പേരിലാണെങ്കിലും ശരി, അങ്ങനെയൊക്കെ ഉണ്ടാവും. ചില ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല
വേണ്ടത്ര സൗന്ദര്യങ്ങളൊക്കെ നൽകിയിട്ടുണ്ടാവും. അപ്പോൾ സൗന്ദര്യം ഇല്ലാത്ത ആളുകളെ കാണുമ്പം ഒരു പുച്ഛത്തോടു കൂടിയുള്ള ഒരു ചിരി, അല്ലെങ്കിൽ അവരെ പുച്ഛത്തോടു കൂടി കാണുക, അല്ലെങ്കിൽ ഒരു ചെറിയ ഫാമിലിയിൽ ജീവിക്കുന്ന ഒരാളെ സംബന്ധിച്ച് വളരെ പുച്ഛമായി മനസ്സിൽ തോന്നുക, ഇങ്ങനത്തെ ഈ സ്വഭാവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ അതൊരു ഫിർഔനിയത്താണ്, അഥവാ അതൊരു അഹങ്കാരത്തിന്റെ ഭാഗമാണ്. മറ്റൊന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അധികാരം നിലനിർത്താൻ വേണ്ടി ഈ അഹങ്കാരികൾ ചെയ്യുന്ന ഒരു സംഗതി ജനങ്ങളെ ഭിന്നിപ്പിക്കുക എന്നുള്ള സംഗതിയാണ്. അത് അധികാരം നിലനിർത്താൻ വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ്. അത് പ്രത്യേകിച്ചും നമ്മളുടെ ഓരോ രാഷ്ട്രങ്ങളെ എടുത്തു നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആൻ ഫിർഔന്റെ ഒരു പ്രത്യേകതയായി പറഞ്ഞ വിഷയം അതാണ്. ഇന്ന ഫിർഔന അലാ ഫിൽ അർളി, ഫിർഔൻ നാട്ടിൽ വലിയ അഹങ്കാരിയായി ഔന്നിത്യം നടിച്ചുകൊണ്ട് ജീവിച്ചു. വജഅല അഹ്ലഹാ ശിയഅൻ, മൂപ്പര് ചെയ്ത സംഗതി എന്താന്ന് വെച്ചാൽ നാട്ടുകാരെ അദ്ദേഹം കക്ഷികളാക്കി, അദ്ദേഹം തന്നെ കക്ഷികളാക്കി മാറ്റി. യസ്തളീഫു ത്വായിഫത്തൻ മിൻഹും, ഒരു വിഭാഗത്തെ വളരെ പീഡിതരാക്കി മാറ്റി. ഇത് അഹങ്കാരികളായ അധികാരികളുടെ അടയാളമാണ്. എവിടെ നല്ല ഒരു ഐക്യവും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു സൊസൈറ്റിയെ അവരെ മെല്ലെ ഭിന്നിപ്പിക്കുക. അതാണ് നമ്മളുടെ ബ്രിട്ടീഷുകാരെ പറ്റി നമുക്ക് സാധാരണ നമ്മൾ പറയാറുണ്ടായിരുന്നു, ഭിന്നിപ്പിച്ച് ഭരിക്കുക എന്ന് പറയുന്നത് ഈ അഹങ്കാരികളായ അധികാരികളുടെ ഒരു സ്വഭാവമാണ്. വിശുദ്ധ ഖുർആൻ അതാണ് പറയുന്നത്. അത് ഫിർഔൻ ചെയ്തിരുന്ന ഒരു സംഗതിയാണ്. ആളുകളെ കോപ്റ്റിക് വർഗക്കാരായിരുന്ന ഫിർഔന്റെ ആളുകളും അതുപോലെ തന്നെ ബനൂ ഇസ്രായേലുകളെയും രണ്ടാക്കി കാണിക്കുകയും അവരിൽ നിന്ന് തന്നെ കുറെ ആളുകളെ തന്റെ പക്ഷവും മറുപക്ഷവുമാക്കി, തന്റെ പാർട്ടിയും മറുപാർട്ടിയുമാക്കി, ഉള്ള ആളുകളെ തന്നെ പരസ്പരം ഭിന്നിപ്പിച്ചുമൊക്കെ ആ രീതിയിൽ എങ്ങനെയെങ്കിലും തന്റെ ഈ അധികാരവും തന്റെ ഈ സ്വാധീനവും നിലനിർത്താൻ വേണ്ടി ശ്രമിക്കുന്നത്, അത് വിശുദ്ധ ഖുർആൻ ഇവിടെ നമുക്ക് പറഞ്ഞു തരുന്നത്, സൂറത്തു ഖസസിലൂടെ പറഞ്ഞു തരുന്നത് അതൊരു തരം ഫിർഔനിയത്താണ്. അതൊരു അഹങ്കാരത്തിന്റെ ഭാഗമായി ഉണ്ടാകുന്ന ഒരു സംഗതിയാണ്. പിന്നെ മറ്റൊരു കാര്യം, ഈ അഹങ്കാരത്തിന്റെ ഭാഗമായി നമുക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, വിശുദ്ധ ഖുർആൻ പറഞ്ഞ സത്യമാണെന്ന് ശരിക്ക് ബോധ്യമുള്ള സംഗതിയാണ്. ഓ പറയുന്നതാണ് ശരി എന്ന് ശരിക്ക് മനസ്സ് പറയുണ്ടാവും, അയാളുടെ മനസ്സ് പറയുണ്ടാവും ആ പറഞ്ഞത് തന്നെയാണ് ശരി. പക്ഷെ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയാതിരിക്കും. പല വിഷയത്തിലും ചിലപ്പോൾ നമുക്കൊക്കെ അങ്ങനെ ഉണ്ടാവും, സംഗതി ഓൻ പറയുന്നത് തന്നെയാണ് ശരി, അംഗീകരിക്കാൻ പറ്റില്ല. അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. അംഗീകരിക്കാതിരിക്കാൻ എന്താ കാരണം? അതിന് നമ്മളുടെ ഈഗോ അതിന് നിൽക്കാൻ. ഈഗോ എന്ന് പറഞ്ഞാൽ അതന്നെ ഒരു അഹങ്കാരത്തിനുള്ള മറ്റൊരു പദമാണ്. ഈഗോ എന്ന് പറഞ്ഞാൽ അഹങ്കാരത്തെ നമ്മൾ എഴുന്നേൽപ്പിക്കുന്ന ഒരു ഭാഗമാണ്. അപ്പോ അതുകൊണ്ട് സത്യമാണ് എന്ന് ബോധ്യപ്പെട്ട് പറയുന്ന സംഗതി ശരിയാണ്, യാതൊരു വ്യത്യാസമില്ല എന്ന് പറയുമ്പോൾ അതിനോടൊരു വിധേയത്വവും സംഗതി ശരിയാണ്, പക്ഷെ ഒരു നിവൃത്തിയില്ല, കാണാൻ എനിക്ക് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് എന്നൊക്കെ പറയുന്ന രീതിയല്ല. മറിച്ച് സത്യമാണെന്ന് പറഞ്ഞാലും അത് സത്യത്തെ നിഷേധിക്കുക, അതൊരിക്കലും ശരിയല്ല, അതല്ല ശരി എന്ന് പറഞ്ഞ് അസത്യത്തെ ന്യായീകരിച്ച് മുന്നോട്ട് പോവുക, അത് ഇതിന്റെ ഒരു ഭാഗമാണ്. വിശുദ്ധ ഖുർആൻ പറഞ്ഞത് അതാണ്. വസ്തക്ബറ ഹുവ ജുനൂദുഹു ഫിൽ അർളി ബിഗൈരില്ല. ഇന്ന ഫിർഔൻ വദന്നു അന്നഹും വജഹദു ബിഹാ വസ്തൈഖനത, അങ്ങനെയാണ് പറഞ്ഞത്. വിശുദ്ധ ഖുർആൻ അങ്ങനെ പറഞ്ഞു. വജഹദു ബിഹാ വസ്തൈഖനതഹ അൻഫുസുഹും, അവരിതൊക്കെ നിഷേധിച്ചു. മൂസാ നബി പറഞ്ഞ സംഗതിയൊക്കെ ഫിർഔനും അതിന്റെ അനുയായികളും അവർ നിഷേധിച്ചു. പക്ഷെ വസ്തൈഖനത ബിഹാ അൻഫുസുഹും, അവരുടെ ഹൃദയത്തിൽ മനസ്സിൽ അവർക്ക് ബോധ്യം ഉണ്ടായിരുന്നു, ഉറപ്പായിട്ടും ഇവർ പറഞ്ഞാണ് ശരി, ഇവൻ മൂസ അലൈഹിസ്സലാം പറയുന്നതാണ് ശരി എന്ന് ബോധ്യമുണ്ടായിരുന്നു. പക്ഷെ അവർ നിഷേധിച്ചു. ളുൽമൻ വഉലുവൻ, അഹങ്കാരത്തിന്റെയും അതുപോലെ തന്നെ അക്രമത്തിന്റെയും വഴിയിലൂടെ അത് നിഷേധിച്ചു. അത് ഒരു വലിയ ഒരു ദുസ്വഭാവമാണ്. നമ്മളൊക്കെ ചെറിയ ചെറിയ വിഷയങ്ങളിലാണെങ്കിലും നമുക്കൊക്കെ അത് പലപ്പോഴും അനുഭവത്തിലും ഒക്കെ നമ്മളുടെ മനസ്സിലുണ്ടാവും. എന്ത് നന്മയാണെങ്കിലും ശരി, അപ്പോൾ നമ്മുടെ മനസ്സിൽ നിന്ന് നമ്മുടെ ഈഗോ ഇങ്ങനെ പൊങ്ങി വരും. ഈഗോ പൊങ്ങി വന്നിട്ട് അതിന് വിധേയമാകാൻ കഴിയാതെ നമ്മൾ അതിനെ നിഷേധിച്ച് അതിനെതിരുള്ള ന്യായം പറഞ്ഞ് അതിനെ തകർക്കാനുള്ള രൂപം നോക്കി ആ രീതിയിൽ നിൽക്കുന്ന അവസ്ഥ ഉണ്ട്. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറഞ്ഞ് അൽ കിബ്റു ബത്റുൽ ഹഖ്, അഹങ്കാരം എന്ന് പറഞ്ഞാൽ സത്യം ആണെന്ന് ബോധ്യപ്പെട്ട ഒരു സംഗതിയെ അത് മൂടി വെക്കുക എന്ന് പറഞ്ഞതാണ്, അത് അംഗീകരിക്കാതിരിക്കുക എന്ന് പറഞ്ഞതാണ്.
സത്യം അംഗീകരിക്കാതിരിക്കുക, അതിന് തടസ്സമായി നിൽക്കുന്ന ഈ കാര്യങ്ങളാണ്. പിന്നെ എന്താണ് പിന്നെ ഉള്ളത്? ഈ നമ്മൾ ഇതിനൊക്കെ മറുപടി പറയേണ്ടി വരുമല്ലോ, മടങ്ങി ചെല്ലേണ്ടതാണല്ലോ എന്ന ഒരു ചിന്ത അവരിൽ യഥാർത്ഥത്തിൽ ഇല്ലാതിരിക്കുക എന്നുള്ളതാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചും എന്ത് തോന്നിയാസം ചെയ്താലും എന്ത് അഹങ്കാരം ചെയ്താലും ആരെ ഉപദ്രവിച്ചാലും ആത്യന്തികമായി നമ്മളിതൊക്കെ മടങ്ങിപ്പോകുമല്ലോ എന്ന ചിന്ത ഇല്ലാതിരിക്കുക. അതാണ് സൂറത്ത് ഖസസിലൂടെ അള്ളാഹു പറയുന്നത്, വസ്തക്ബറ ഹുവ വജുനൂദുഹു ഫിൽ അർദി ബിഗൈരിൽ ഹഖ്. ഒരു അർഹതയുമില്ലാതെ ഫിർഔനും സൈന്യവും ഈ ഭൂമിയിൽ അഹങ്കാരികളായി ജീവിച്ചു. അവർ വിചാരിക്കുന്നത് അന്നഹും ഇലൈന ലാ യർജിഊൻ, അവരിങ്ങോട്ട് മടങ്ങി വരൂല എന്നാ വിചാരിക്കുന്നത്. അപ്പോ ഏത് മനുഷ്യനും എന്ത് നിലപാടെടുക്കുമ്പോഴും നമ്മളൊക്കെ ഏത് വിഷയത്തിലും പലപ്പോഴും വാശിയും നമ്മുടെ ഈഗോക്ക് നമ്മൾ വശംവദരായിക്കൊണ്ട് പലതിനെയും നമ്മൾ ന്യായീകരിച്ചൊക്കെ മുന്നോട്ടൊക്കെ പോകുമ്പോൾ ഓർക്കേണ്ട ഒരു വിഷയമുണ്ട്. അതെന്താന്ന് വെച്ചാൽ മടങ്ങി പോകണമല്ലോ, ഇവിടുന്ന് ഏതായാലും യാത്ര പോകേണ്ടി വരുമല്ലോ. ആ ചിന്ത പോലും ഇല്ലാതെയാകുമ്പോഴാണ് ഇത്തരത്തിലുള്ള നിലപാടുകൾ എടുക്കുക എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ ഈ സന്ദർഭത്തിൽ ഉണർത്തുന്നത്. ഇങ്ങനെ ഈ ഖുർആന്റെ ഇത്തരം സംഗതികൾ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിലും ഏത് അഹങ്കാരികളുടെയും പര്യവസാനം അത് വളരെ പതനമായിരിക്കും എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്താം. ഫിർഔൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഈജിപ്തിലെ ഈ സൂര്യദേവന്റെ അവതാരമാണ് താൻ എന്ന് വിശ്വസിച്ചിരുന്ന ആളുകളാണ്. അവരാണ് ഈ ഫിർഔൻ എന്ന് പറയുന്നത്. സൂര്യദേവൻ എന്ന് പറയുന്ന അവർ വിശ്വസിക്കുന്ന സൂര്യൻ എന്ന ദൈവത്തിന്റെ ഭൂമിയിൽ അവതാരമാണ് എന്ന് വിശ്വസിക്കുകയും അതുകൊണ്ട് ഞങ്ങൾ ആരാധിക്കപ്പെടുന്ന വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്ന, ആ നാടിന്റെ മുഴുവൻ അധികാരം ഉണ്ടായിരുന്ന, അവിടെ ഉണ്ടായിരുന്ന ദുർബല വിഭാഗങ്ങളെ മുഴുവൻ കക്ഷികളാക്കി, അതുപോലെ തന്നെ അവരെ കൊന്നൊടുക്കി, ബനൂ ഇസ്രായേലികളെ ആ നാട്ടിലെ ന്യൂനപക്ഷത്തെന്നോ അതല്ലെങ്കിൽ ആ നാട്ടിലെ ദുർബല വിഭാഗത്തെ എന്നൊക്കെ നമ്മുടെ നാടിന്റെ ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ദലിത് വിഭാഗത്തെയും ന്യൂനപക്ഷങ്ങളെയും ഒക്കെ കൊന്നൊടുക്കി ഇല്ലാതെയാക്കി, അങ്ങനെയൊക്കെ അധികാരം നിലനിർത്താൻ വേണ്ടി എല്ലാതരം വഴികളും പ്രയോഗിച്ച ഫിർഔൻ തന്നെ അവസാനം മരണത്തിന് കീഴ്പ്പെടുമ്പോൾ അദ്ദേഹത്തിന്റെ പതനമാണ് ഉണ്ടായത് എന്ന് ഖുർആൻ നമുക്ക് പറഞ്ഞു തരികയാണ്. അദ്ദേഹം ഇങ്ങനെയൊക്കെ നിന്നെങ്കിലും അദ്ദേഹത്തിന് മരണം എത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു, ആമൻതു അന്നഹു ലാ ഇലാഹ ഇല്ലല്ലദീ ആമനത് ബിഹി ബനൂ ഇസ്രായീൽ. ബനൂ ഇസ്രായീൽ ഏതൊരു ദൈവത്തിലാണോ വിശ്വസിച്ചിരിക്കുന്നത് അവനല്ലാത്ത മറ്റൊരു ദൈവവുമില്ല എന്ന് മുങ്ങിച്ചാവുന്ന സന്ദർഭത്തിൽ ഫിർഔൻ പറയുകയുണ്ടായി. അത് ഫിർഔൻ വിശ്വസിച്ചിട്ടുണ്ട്. മുങ്ങിച്ചാകുന്ന സമയമാണ്. സമയം കഴിഞ്ഞതിന് ശേഷം ഫിർഔൻ വിശ്വസിച്ചിട്ടുണ്ട്. എല്ലാ മനുഷ്യരുടെ അവസ്ഥ അതാണ്. എല്ലാ മനുഷ്യരുടെയും അവസ്ഥ മരിക്കുന്നതിന് മുമ്പ് ഇവിടെ എന്ത് വാദം എന്ത് സംഗതികൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ജീവിച്ചൊരു മനുഷ്യനാണെങ്കിലും അവൻ മരണപ്പെടുന്നതിന്റെ തൊട്ടു മുമ്പായി ലൗലാ അഖർതനി ഇലാ അജലിൻ ഖരീബ് ഫഅസ്സദ്ദഖ വഅകും മിനസ് സാലിഹീൻ എന്ന് പറയുന്നതാണ്. എനിക്കൊരു അവസരം കൂടി കിട്ടിയാൽ ഞാൻ സാലിഹായി ജീവിച്ചോളാം എന്ന് എല്ലാ മനുഷ്യന്മാരും പറയുന്നതാണ്. ചില ആളുകൾ പറഞ്ഞത്, ഫിർഔൻ പറഞ്ഞത്, അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞത് ഖുർആൻ നമുക്ക് എടുത്തു പറഞ്ഞു തന്നു മാത്രം. മരണത്തിന്റെ സന്ദർഭത്തിൽ എല്ലാവരും പറയും നാട്ടിൽ ദൈവം തന്നെ അല്ല എന്നൊക്കെ പറഞ്ഞ് ആ രീതിയിൽ ജീവിച്ച ആളുകളുണ്ടാവും. അങ്ങനെ ഒരു അർത്ഥത്തിലും പടച്ചോനും ഈ പടച്ചോന്റെ കൽപ്പനകളൊന്നും ഈ ദുനിയാവിൽ എവിടെ ഇല്ല, നമ്മൾ അത് അനുസരിക്കേണ്ടത് തോന്നിയ പോലെ, എനിക്ക് തോന്നിയ പോലെ എന്നൊക്കെ ജീവിച്ച് ആ രീതിയിലൊക്കെ ജീവിക്കുന്ന ആളുകൾ ഒക്കെ മരിക്കുമല്ലോ. എല്ലാവരും ഇവിടുന്ന് യാത്രയാകുമല്ലോ. ആ യാത്രയാകുമ്പോൾ മരിച്ച് ഇവിടുന്ന് ഈ ലോകത്തോട് വിട പറയുമ്പോൾ അവനൊക്കെ ബോധ്യമാവും. അങ്ങനെയാണ് ഫിർഔന് മുങ്ങിച്ചാകുന്ന സമയത്ത് ബോധ്യമായി. അദ്ദേഹം പറഞ്ഞു, അന മിനൽ മുസ്ലിമീൻ, ഞാൻ മുസ്ലിമാണ് പടച്ചോനെ. ഞാൻ ഈ മൂസാ നബിയുടെയും അതുപോലെ ബനൂ ഇസ്രായേലൊക്കെ വിശ്വസിച്ച അള്ളാഹുവിൽ ഞാനും വിശ്വസിച്ചിട്ടുണ്ട്. അപ്പൊ ഫിർഔനും വിശ്വാസിയാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഈ ലോകത്തോട് വിട പറയുന്നത്.
പക്ഷെ അതിൻ്റെ സമയം കഴിഞ്ഞു എന്നുള്ളതാണ്. അപ്പോൾ വിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അൽ ആൻ, ഇപ്പോഴോ? അതായത് സമയം കഴിഞ്ഞു. സക്കറാത്തുൽ മൗത്തിന്റെ സമയത്ത് എല്ലാവരും അങ്ങനെയാണ്. എല്ലാ മനുഷ്യന്മാരും എത്ര ദൈവം ഇല്ല എന്ന് പറഞ്ഞ് നിരീശ്വരവാദിയായി ഇവിടെ ജീവിക്കുന്ന ആളുകളാണെങ്കിലും ഓൻ സക്കറാത്തുൽ മൗത്തിലെത്തുമ്പോൾ ഓൻ ബോധ്യമാവും, ഓൻ വിശ്വസിക്കും. കാരണം കൺമുന്നിൽ കാണും ഈ വരാൻ പോണ ലോകവും ആ ലോകത്തിന്റെ ചിത്രവും ഓൻ കൺമുന്നിൽ കണ്ടുകൊണ്ടാണ് അവൻ അങ്ങനെ മരിക്കാൻ പോവുക. നമ്മൾ മരിക്കാന്ന് പറയുമ്പോൾ ഒന്നും അറിയാത്ത രീതിയിൽ മരിക്കുക എന്നാണല്ലോ. പക്ഷെ അങ്ങനെയല്ല. ഖുർആനും ഹദീസും നമ്മൾ പഠിപ്പിക്കണത് ഫബസറുക്കൽ യൗമ ഹദീദ് എന്ന് പറഞ്ഞ പോലെയാണ്. ഇന്ന് കണ്ണിനൊക്കെ മൂർച്ച കൂടുന്നതാണ്. അവന്റെ കണ്ണിന്റെ കാഴ്ചക്കൊക്കെ മൂർച്ച കൂടുന്ന ഒരു സന്ദർഭമാണ് മരിച്ചു കഴിഞ്ഞാലുണ്ടാകുക. അല്ലാതെ കണ്ണൊക്കെ ഒന്നും കാണാത്ത അറിയാത്ത അവസ്ഥയല്ല. നല്ല ഇപ്പോൾ കാണുന്നതിനേക്കാൾ കൂടുതൽ ബോധ്യമായി കാര്യങ്ങളൊക്കെ മനസ്സിലാകുന്ന രീതിയിലാണ് മനുഷ്യൻ ഈ ലോകത്തോട് വിട പറയുക. ആ വിട പറയുന്ന സന്ദർഭത്തിൽ ഫിറൗനടക്കം എല്ലാവരും ഞാൻ വിശ്വസിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഏത് അഹങ്കാരികളുടെയും ഏതാളുടെയും അന്തിമ പതനം ആ രീതിയിലായിരിക്കും എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എല്ലാ അർത്ഥത്തിലും നമ്മൾ ഇത്തരം അഹങ്കാരത്തിൻ്റെ ഒരു ലാഞ്ചന പോലും ഇല്ലാതെ, കിബിറില്ലാതെ, നമ്മളൊക്കെ എത്ര വലിയ ആളായാലും നമുക്കൊക്കെ അതിന് ഞാൻ എത്ര ചെറുതാണ് എന്നുള്ള ബോധ്യത്തോടു കൂടി ജീവിക്കുകയും പെരുമാറുകയും ഇടപെടുകയും ഒക്കെ ചെയ്യേണ്ടവരാണ് നമ്മൾ എന്ന് നമ്മൾ എപ്പോഴും ഓർക്കണം, മനസ്സിലാക്കണം. ഫിറഔനെ പറ്റിയൊക്കെ പറയുമ്പോഴും പഠിക്കുമ്പോഴും കേൾക്കുമ്പോഴും ആ കഥ കണ്ട് ആവേശം കൊള്ളുമ്പോഴും കഴിഞ്ഞ കാലത്ത് മൂസാ നബിയുടെ കാലത്ത് നടന്നൊരു സംഭവം എന്നതിനേക്കാളുപരി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ഇത്തരം തലങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല എന്നും അതൊരു പതനമായി മാറും എന്തായാലും ഏത് അഹങ്കാരികൾക്കും. ഇപ്പോൾ നമ്മുടെ നാട്ടിലൊക്കെ ജീവിച്ചുകൊണ്ടിരിക്കുന്ന പലതരം അഹങ്കാരത്തിൻ്റെയും ഫാഷിസത്തിൻ്റെയും ഒക്കെ പ്രതീകങ്ങളായി ജീവിക്കുന്ന പല ആളുകളുണ്ട്. അതൊക്കെ അതിൻ്റെ പതനം ഏത് അർത്ഥത്തിലും കാലതാമസമില്ലാതെ പതനത്തിലേക്ക് എത്തിപ്പോകും എന്നുകൂടി ഫിർഔന്റെ ചരിത്രം തന്നെ പഠിപ്പിക്കുന്നുണ്ട്. ഇത്തരം ചരിത്രങ്ങളിൽ നിന്നൊക്കെ പാഠം പഠിച്ച് ജീവിതം കഴിവിൻ്റെ പരമാവധി വിമലീകരിച്ച് സാധുവായി അതുപോലെ വിനയാന്വിതരായി അഹങ്കാരമില്ലാതെ കിബറില്ലാതെ ജീവിക്കാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. كما بعد നമ്മുടെ അടുത്ത വർഷത്തെ ഹജ്ജിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഈ വരുന്ന ജൂലൈ 20 വരെ ഹജ്ജ് കമ്മിറ്റി മുഖേന ഹജ്ജിന് പോകാനുള്ള അപേക്ഷ സ്വീകരിക്കും എന്ന് സർക്കാർ കഴിഞ്ഞ ദിവസം അറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിന് കാര്യമായൊന്നും വേണ്ട. 2027 ഡിസംബർ 31 വരെ വാലിഡിറ്റി ഉള്ള ഒരു പാസ്പോർട്ട് വേണം. അഥവാ നമ്മുടെ പാസ്പോർട്ട് അത്ര 2027 ഡിസംബർ 31 വരെ ഉണ്ടെങ്കിൽ അതൊന്ന് പുതുക്കാൻ കൊടുത്ത് ആ പാസ്പോർട്ട് നമ്മൾക്ക് ഉപയോഗപ്പെടുത്തി ഹജ്ജിന് പോവുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ പോലെ മൻ അറാദൽ ഹജ്ജ ഫൽയതഅജ്ജൽ. ഹജ്ജ് ഉദ്ദേശിക്കുന്ന ഒരു മനുഷ്യന്മാരാണെങ്കിൽ അവൻ കാത്തിരിക്കാതെ നിൽക്കണം, വേഗം സ്പീഡപ്പ്. ഫൈന്നഹു ഖദ് യംറദ്, ചിലപ്പോൾ രോഗിയാകുമല്ലോ. വതദില്ലു അല്ലാല്ല, അതല്ലെങ്കിൽ അവന് സമ്പത്ത് ഇല്ലാതെയായി വരും കുറച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പിന്നെ യാത്ര പോകാൻ കഴിയാത്ത അവസ്ഥകൾ വന്നേക്കുമ്പോൾ തഅരിദുൽ ഹജ്ജ, അതും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അത്യാവശ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന അവസ്ഥകൾ വരും. അപ്പോൾ ഹജ്ജിന് പോകാനുള്ള ഒരു കപ്പാസിറ്റി എത്തിക്കഴിഞ്ഞാൽ പിന്നെ പോകാം, അടുത്ത കൊല്ലം പോകാം, പിറ്റത്തെ കൊല്ലം പോകാം എന്ന് വിചാരിച്ച് നിങ്ങൾ നീട്ടി വെക്കരുത്. നിങ്ങളത് വേഗത്തിൽ തന്നെ അത് ചെയ്യണം. തഅജ്ജലൂ ഇലൽ ഹജ്ജി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തഅജ്ജലൂ ഇലൽ ഹജ്ജി, ഹജ്ജിന് നിങ്ങൾ ധൃതി കാണിക്കണം. ഫഇന്ന അഹദക്കും ലാ യദ്രി മാ യഅറുദു ലഹു, എന്താ നാളെ വരാൻ പോകുന്നതെന്നുള്ളത് ആർക്കും അറിയില്ലല്ലോ. അപ്പോൾ തനിക്ക് ഹജ്ജിനുള്ള ഒരു പ്രാപ്തിയും അതിനുള്ള നിർബന്ധവും എത്തിക്കഴിഞ്ഞാൽ പിന്നെ കാത്തിരിക്കുന്നതിൽ യാതൊരു അർത്ഥമില്ല. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത് വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദൻ വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ
തെമൂത്ത് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ടല്ലോ. നാളെ എന്താ ഇപ്പം നമുക്ക് ഉണ്ടാകുക എന്ന് ഒരാൾക്കും അറിയില്ല. അതാണ് വാദത്തിരി നഫ്സും മാതാ തക്സീബ് കഥൻ. നാളെ എന്ത് ഉണ്ടാകും, എന്ത് സംഭവിക്കും എന്ന് ഒരു ആത്മാവിനും അറിയില്ല. വമാ തദ്രി നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്ത്. ഏത് നാട്ടിലാണ് മരിച്ചു വീഴുക എന്നുള്ളതും ആർക്കും അറിയുന്ന ഒരു സംഗതികളല്ല. എപ്പോഴും ഏത് സമയത്തും സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് എന്നുള്ള നിലയ്ക്ക് തന്നെ നമ്മൾ ഹജ്ജ് നിർബന്ധമായ ആളുകളെ സംബന്ധിച്ചിടത്തോളം കാത്തിരിക്കാതെ അതിന് ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ആരോഗ്യമുള്ള സമയത്തിൽ ഹജ്ജ്. ഇപ്പോൾ ഹജ്ജ് ഈ പ്രാവശ്യം ഹജ്ജിന് പോയൊരു മടങ്ങി വരുന്ന സന്ദർഭമാണ്. ഹജ്ജിന് പോയ ആളുകൾക്കൊക്കെ അറിയാം ആരോഗ്യത്തിൻ്റെ ആവശ്യം വളരെ പ്രധാനമാണ്. നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെ നമ്മൾ ഹജ്ജ് ചെയ്യണം. നടക്കാനും ഒരു സമയം കുറച്ചൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങാനും ഒക്കെ ശാരീരിക ശേഷിയുള്ള സമയത്ത് ഹജ്ജിന് പോവുകയാണ് എപ്പോഴും നല്ലത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പണ്ടത്തെ പോലെയൊന്നും അല്ലല്ലോ. ഹജ്ജ് എന്ന് പറഞ്ഞത് ഇപ്പം വളരെ ലളിതമായിട്ടുണ്ട്. ഒരു 4 പവൻ കയ്യിലുണ്ടെങ്കിൽ ഈ കഴുത്തിലും കാതിലൊക്കെ ഇങ്ങനെ പെണ്ണുങ്ങളെ സംബന്ധിച്ചിടത്തോളം കഴുത്തിലും കാതിലൊക്കെ തൂക്കിയുള്ള 4 പവൻ കയ്യിലുണ്ടാണ്. എന്നാൽ നമുക്ക് ഒരു കൊല്ലം ഒരു ഹജ്ജ് ചെയ്ത് വരാവുന്ന. അപ്പോൾ കുറേ സ്വർണം അതിങ്ങനെ ലോക്കറിലും അവിടെ ഇവിടെയൊക്കെ സൂക്ഷിച്ച് വെച്ച് ഹജ്ജിനും പോകണില്ല. അതിനൊക്കെ പകരമായിക്കൊണ്ട് അതിൽ നിന്നൊരു 4 പവനാണ് എവിടെയെങ്കിലും ഒരു ജ്വല്ലറി കൊണ്ടുപോയി കൊടുത്താൽ ഓൻ ഹജ്ജിനുള്ള പൈസ ഉണ്ട്. പണ്ടൊന്നും അങ്ങനെയല്ലല്ലോ. പണ്ടൊക്കെ ഹജ്ജിനൊരു പൈസ ഉണ്ടാക്കണമെങ്കിൽ ഓൻ ഒരുപാട് അധ്വാനിക്കേണ്ടി വന്നിരുന്നു. ഇപ്പോൾ സ്വർണം എന്ന് പറഞ്ഞതൊക്കെ പലപ്പോഴും സ്വർണത്തിൻ്റെ വില എത്ര കൂടിയൊക്കെ ആയതുകൊണ്ട് അതൊക്കെ ഉപയോഗപ്പെടുത്തുക. ഓരോ സന്ദർഭത്തിൽ ഓരോ സൗകര്യങ്ങൾ കൈവരുന്നതാണല്ലോ. അതൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ട് ഈ ഹജ്ജിന് പോകുക എന്നുള്ളത് നമ്മൾ അതൊരു വളരെ പ്രധാനപ്പെട്ട സംഗതി. അത് അവിടെ പോയി വരുന്ന ആളുകൾക്ക് അതിൻ്റെ ആ സംതൃപ്തി അറിയുള്ളൂ. അവനാണ് ഇത്രയും കാലം ജീവിച്ചിട്ട് ആ ജീവിതത്തിൽ എന്തൊക്കെ വഴിയിലൂടെ നടന്നു പോയവരാ നമ്മളൊക്കെ. ആർക്കാപ്പം അതിന്നൊക്കെ ഒന്നുമില്ല ഞാൻ വളരെ ശുദ്ധനായ ജീവിച്ചിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റിയ ആരുള്ളത് ഇല്ല. പലതരം വഴികളിലൂടെ കടന്നുപോയ നമ്മൾ അതൊക്കെ അങ്ങോട്ട് കഴുകി വൃത്തിയായി സുന്ദരമായ രീതിയിൽ ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ കഴിയുക എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ നേട്ടമല്ലല്ലോ. അതിന് നിങ്ങൾക്ക് അവസരം ഒരുക്കുന്നൊരു സംഗതിയാണ് ഹജ്ജ് എന്ന് പറഞ്ഞ സംഗതി. അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് നമ്മളെ ചെറുപ്പക്കാരോടാണ് പറയാറുള്ളത്. ചെറുപ്പക്കാരാണ് ഇതിന് മുൻകൈ എടുത്ത് പോകേണ്ടത്. ചെറുപ്പക്കാരായ ആളുകൾക്ക് യാത്ര ചെയ്യാൻ കഴിയാത്ത പ്രശ്നമല്ല. ഈ പറഞ്ഞ പിന്നെ 3-4 ലക്ഷം ഉറുപ്പ്യ ഇപ്പോൾ അല്ലെങ്കിൽ സർക്കാരിൻ്റെ ഇതിൽ പോകാൻ ചിലവുള്ളൂ. അല്ലെങ്കിൽ ഒരു 5 ലക്ഷം എന്ന് കൂട്ടിക്കോ. ഇതിലധികം ഏതായാലും ചിലവ് വരില്ല. അത്രേ ചിലവ് ആ വിഷയത്തിൽ വരുന്നുള്ളൂ. പിന്നെ ആരോഗ്യമുണ്ട്. പിന്നെ ഈ മനസ്ഥിതിയാണില്ല. ആ മനസ്ഥിതി ഉണ്ടായിട്ട് ഹജ്ജിന് പോകുക അത് ഒരു വിശുദ്ധീകരണം നമുക്കൊക്കെ ആവശ്യമാണ്. എല്ലാവർക്കും ആവശ്യമാണ്. അങ്ങനെ ശുദ്ധമാവുക. സ്വർഗ്ഗമല്ലാതെ വേറെ പ്രതിഫലമില്ല എന്നൊക്കെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഒരു കർമ്മമാണിത്. അത് ജൂലൈ 20 ഇതിൻ്റെ ലാസ്റ്റ് ഡേറ്റ്. അത് നിങ്ങളെ പ്രത്യേക ശ്രദ്ധയിൽ ഓർമ്മിപ്പിക്കുകയാണ്. ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ.